പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് പിണറായി വിജയനെയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇന്നിപ്പോൾ ഈ അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച പി ടി തോമസ് നമുക്കൊപ്പമുണ്ടല്ലോ. അദ്ദേഹം ഈ അടിയന്തര പ്രമേയ അവതരണം തേടിയുള്ള നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഗൂഢാലോചനയില്ല എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇക്കാര്യം കോടതിയെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഉള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇവിടെ ആർക്കും ഈ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്കായിരുന്നു ആശയക്കുഴപ്പം. കൃത്യമായി പോലീസ് കോടതിയിൽ ചുമത്തിയിരിക്കുന്ന ഈ പ്രതിക്ക് മേലുള്ള കുറ്റങ്ങളിൽ ഒന്നായി 120B വെച്ചിട്ടുണ്ട്. ഇതറിയാതിരുന്നത് അങ്ങയുടെ മുഖ്യമന്ത്രി മാത്രമാണ്. അപ്പോൾ കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പറഞ്ഞതല്ല എന്ന ധ്വനി വരുന്ന രൂപത്തിൽ അതിനെ വക്രീകരിച്ച് അവതരിപ്പിച്ചത് അങ്ങയുടെ മുഖ്യമന്ത്രിയാണ്. വക്രീകരിച്ച് അവതരിപ്പിച്ചു എന്നത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. മുഖ്യമന്ത്രി എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ദീപികയുമായി ബന്ധപ്പെട്ടൊരു ഫംഗ്ഷനിൽ വന്ന വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആരിലേക്കെങ്കിലും ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതില്ല എന്നർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ല, ഗൂഢാലോചന ഇല്ല എന്നുള്ളതല്ല. അവിടെ വന്ന ചില വ്യാഖ്യാനങ്ങളെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുകയാണ് ചെയ്തതെന്ന് ആവർത്തിച്ച് പറഞ്ഞാലും പിന്നെ നമ്മളെന്തിനാണ് അദ്ദേഹം പറയുമെന്ന് പറയാത്ത കാര്യത്തെ തിരികെ വയ്ക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഇന്ന് അസംബ്ലിയിൽ അസന്നിഗ്ധമായി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചില വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ചാണ് പറഞ്ഞത്. ഗൂഢാലോചന ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഗൂഢാലോചന അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അസന്നിഗ്ധമായത് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അന്വേഷണം സ്വതന്ത്രമായി അടുത്ത ദിവസം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ഈ വാക്കുകൾ പൾസർ സുനിക്ക് അനുകൂലമായി ഒരു വാദഗതി എന്ന നിലയിൽ ഉന്നയിച്ചു. അതെ, അതാണ് പ്രതിഭാഗം. അവർ വളരെ വിദഗ്ധമായി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദുർവ്യാഖ്യാനത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്നത് ഒരു വാദത്തെ ദുർവ്യാഖ്യാനിക്കുകയായിരുന്നു. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം മുഖ്യമന്ത്രി പ്രതിഭാഗത്തിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു വാദഗതി അറിഞ്ഞോ അറിയാതെയോ മുന്നോട്ട് വെച്ച മറ്റൊരാളുടെ പേര് പറയാമോ അങ്ങയുടെ മന്ത്രിസഭയിൽ? ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്, തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെയല്ല വസ്തുത. നിങ്ങൾ 19 മന്ത്രിമാരും നാട്ടിൽ നടന്നു പറയുന്ന ഒരു കാര്യവും ആ കോടതി മുറിയിൽ പൾസർ സുനിക്ക് അനുകൂലമായി മുഴങ്ങിയില്ല. മുഴങ്ങിയത് ഒരൊറ്റയാളുടെ വാക്കുകളാണ്, മുഖ്യമന്ത്രിയുടെ. എന്തേ അങ്ങനൊരു പിഴവ്? അതെ, അങ്ങനെ ഒരു പിഴവാണെന്ന് വ്യാഖ്യാനിക്കാൻ ഇടവന്നതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ചത് തിരുത്തിയത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ പിഴവ് വന്നതുകൊണ്ടാണല്ലോ തിരുത്തിയത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം നടത്താൻ അവസരമുണ്ടായി എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു അവസരമുണ്ടായി. ആ അവസരമുണ്ടായതിനെ അത് ശരിയല്ല എന്ന് അദ്ദേഹം തിരുത്തി. അപ്പോൾ അത്രയും വരെ പ്രതിപക്ഷത്തിൽ ചെയ്യുന്നതിന് ഞങ്ങൾക്കും ആക്ഷേപമില്ല. പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ചു, അത് അദ്ദേഹം തിരുത്തി. അതിനുശേഷവും വീണ്ടും അതിന്റെ പേരിൽ ഒരു വാക്കൗട്ട് നടത്തുക, അതിന്റെ പേരിൽ ഒരു ഹമ്പപ്പ് നടത്തുക, ഈ പറയുന്ന തിരുത്തി എന്ന് മന്ത്രി തന്നെ പറയുകയാണ്, മുഖ്യമന്ത്രി തിരുത്തിയെന്ന്. എന്തായാലും ഇന്ന് സ്വയം തിരുത്തിയ ഒരു തരം വിശദീകരണവും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. ഞാൻ തിരുത്തുന്നു, അല്ലെങ്കിൽ ഞാനൊരു ദുർവ്യാഖ്യാനത്തിന് ഇടവരുത്തുന്ന ഒരു വാചകം പറയുകയുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടില്ല. അങ്ങ് കേട്ടോ? ഞാനും കേട്ടിട്ടില്ല. ബഹുമാന്യയായ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അങ്ങനെ ധരിച്ചു വശായി പോയിട്ടുള്ളതാണ്. അവരൊരു പാവം മന്ത്രി, അവരോട് നമുക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായ പിണറായി വിജയൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ധരിച്ചു പോയ ഒരു പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല, ഒരു ശുദ്ധഗതിക്കാരിയായ ഒരു മന്ത്രി പറയുന്ന ഒരു അഭിപ്രായമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. പഴയ കാലമല്ല വേണു, ഇത് ഒരു ഡിജിറ്റൽ വേൾഡാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് യുഗത്തിലാണ്. പിണറായി വിജയൻ എന്താണ് പറഞ്ഞതെന്ന് ആ ടേപ്പ് ഒന്ന് തിരിച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല.
വളരെ വ്യക്തതയോടെ ക്ലാരിറ്റിയോടെയാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് മാത്രമല്ല, അതിന് എടാ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചതിൻ്റെ ഒരു ധ്വനിയും ഉണ്ടായിരുന്നു. ആരെയും പ്രതി ചേർക്കാൻ നോക്കണ്ട, ഇതിനപ്പുറം ഒരു പ്രതിയില്ല എന്നർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ശരിയാണെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് സഭയോട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, എനിക്ക് തെറ്റുപറ്റി, അങ്ങനെ ഒരു മാഗ്നാമിറ്റി കാണിച്ചാൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ഗ്രാഫ് ഉയരുകയല്ലേ ഉള്ളൂ, താഴുകയല്ലോ. പറ്റി, എൻ്റെ തെറ്റ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പോലും ഉപയോഗപ്പെടുത്തി. കേരള സമൂഹം അത് ആകെപ്പാട് തെറ്റിദ്ധരിച്ചു. ഞാനിതാ തിരുത്തുന്നു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ തിരുത്തുന്നു. അതിന് പകരം അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനൊരു പത്രത്തിൻ്റെ വാർത്ത കണ്ട് അതിൽ ഭ്രമിച്ചുപോയി. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ, മുഖ്യമന്ത്രിയായ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ ഒരു പത്രത്തിലെ വാർത്ത കണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ഇന്ന് നിയമസഭയിൽ നടത്തിയ ശ്രമങ്ങൾ പോലും ഒട്ടും വിലപ്പോയിട്ടില്ല എന്ന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാം. പിന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ പിൻബലവും പിണറായി വിജയൻ്റെ ഒരു അപ്രമാദിത്വവും ഉള്ളതുകൊണ്ട് എല്ലാവരും ഭരണപക്ഷത്ത് ഇങ്ങനെ സഹിച്ചിരിക്കുന്നു എന്നല്ല. മന്ത്രി ശ്രീ മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ ശ്രീ PT പറയുന്നത്, അദ്ദേഹമാണല്ലോ ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ നിയമസഭാ സാമാജികൻ, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങയുടെ മുഖ്യമന്ത്രി ഒരു പിഴവ് പറ്റിയെന്ന് സമ്മതിക്കുന്നതായി. അങ്ങ് എവിടെ നിന്ന് കേട്ടു? ഞാൻ പിഴവ് പറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല എന്നതാണ് അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ ഇതാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മറ്റേതാണെന്നും അതുകൊണ്ട് അത് തിരുത്തുന്നില്ല എന്നും പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആക്കി അവർ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞു. അസംബ്ലിയിൽ താൻ എന്താണ് ഉദ്ദേശിച്ചത്, താൻ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി പറഞ്ഞിട്ട്, ഞാൻ അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞാലും അദ്ദേഹം അങ്ങല്ല ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് സ്ഥാപിക്കണമെന്ന് ഭാഷ്യത്തിനാണ് അദ്ദേഹം ഈ പറഞ്ഞാണ് തന്നെയല്ലേ പറയുന്നത്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജെ ആർ പത്മകുമാർ, ഇപ്പോൾ ഈ കോഴിക്കോട്ട് ദീപിക പത്രത്തിൻ്റെ ചടങ്ങിലായാലും ഇന്ന് നിയമസഭയിലായാലും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന മുറയ്ക്ക് പിണറായി വിജയൻ 2 സ്ഥലത്തും ആവർത്തിച്ചൊരു കാര്യമുണ്ട്. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എങ്കിൽ, ഇതിൽ മറ്റു കുഴപ്പക്കാരെങ്കിലും ഉണ്ട് എങ്കിൽ അത് പോലീസ് പിന്തുടർന്ന് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ആ കാര്യം മൂടിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ പിണറായി വിജയൻ്റെ ഊന്നൽ എവിടെ എന്നുള്ളതാണ് പ്രധാനം. ആ ഊന്നൽ എന്ന് പറയുന്നത് ഇപ്പോൾ പിടികൂടപ്പെട്ടിരിക്കുന്ന പ്രതികൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന നിലയിലാണ്. അപ്പോൾ ഒരു പുറമോടിക്കിങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നും പറയുന്നു. മുഖ്യപ്രതികളുടെ പങ്കാളിത്തത്തിൽ തന്നെ ഉറച്ച് ഒരു ബോധ്യമെന്ന നിലയിൽ അദ്ദേഹം വിശ്വസിക്കുകയും അത് ഊന്നി പറയുകയും ചെയ്യുന്നു. ഈ പിഴവ് ഇപ്പോഴും അദ്ദേഹം തിരുത്താൻ മുതിരാതിരിക്കുന്നു എന്ന ആക്ഷേപം BJPക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് പിഴവ് പറ്റിയതല്ലല്ലോ, ആസൂത്രിതമായി വളരെ ബോധപൂർവം, നിങ്ങൾ ആ പ്രസ്താവന, ആദ്യത്തെ പ്രസ്താവന തന്നെ വളരെ ആലങ്കാരികമായി അദ്ദേഹം ഉപയോഗിച്ചതാണ്. ആരെയും പേര് പറയാതെ ഇതിലെ പ്രതിയുടെ ഭാവനയിലുണ്ടായ അനുസരിച്ചിട്ടുള്ളൊരു കൃത്യമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആരെയും പ്രതിയാക്കാൻ നോക്കണ്ട, അങ്ങനെയൊന്നും ആരെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ആരെയും പ്രതിയാക്കാൻ പോകുന്നില്ല എന്ന് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞത് വളരെ ബോധപൂർവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും ഈ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി കൂടി ചുമതല വഹിക്കുമ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഇരയെ പ്രമുഖയായ ഒരു നടി ചെന്ന് കണ്ടിട്ട് വന്ന് പറഞ്ഞത് എന്താ? ഇതിൽ ഗൂഢാലോചനയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഇര തന്നെ പറഞ്ഞത് എന്താ? ഇതിൽ ഗൂഢാലോചനയുണ്ട്, മാത്രമല്ല കൊട്ടേഷനുമുണ്ട്. പ്രതി എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വിരോധം, പക്ഷേ എനിക്ക് എൻ്റെ കൊട്ടേഷൻ തന്നതാണ് എന്ന് പറഞ്ഞു. ഇതാണ് FIS. ഈ FIS അല്ലെങ്കിൽ വന്ന അതിനോടനുബന്ധിച്ച് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, താങ്കളും കണ്ടതാണല്ലോ ആ യുവനടിയെ. താങ്കളോട് ഇത്തരം എന്തെങ്കിലും കാര്യം അവർ പറയുകയുണ്ടായോ? അതെ, ആ കുട്ടി എന്നോടും പറഞ്ഞത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ആക്രമണം. അതിൽ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവർ ഓടിക്കുന്നതിനിടയിൽ തന്നെ അവൻ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, എനിക്ക് ഏറ്റവും വലിയ അമർഷമുള്ളത് ഈ പറയുന്ന മാർട്ടിനോടും ഈ പറയുന്ന സുനിലിനോടുമാണ്.
അവരെ 20 പട്ടികൾ ഒന്നിച്ച് കടിക്കണം എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഈ 2 പേരും നടത്തിയ ഒരുത്തന് നല്ല ആസൂത്രണമുണ്ട്, മറ്റേവൻ ആണ് ഈ കൃത്യമെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ആളുകളെ കുറിച്ചാണ് അവർ കൃത്യമായി പറഞ്ഞത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, വ്യക്തമായ ആസൂത്രണം. അത് ഇവരുടെ തന്നെ പ്ലാനിങ്ങോ അതോ പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്നോ? കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അത് ഇവരുടെ പ്ലാനിംഗ് അല്ല, മറ്റൊരാൾ പ്ലാൻ ചെയ്യുന്നത് നിർവഹിക്കാനുള്ള ഉപകരണങ്ങൾ എന്നാണല്ലോ. കുട്ടിയോട് ഞാൻ ആ കുട്ടിയോട് കുത്തി ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥ അല്ല. അപ്പോൾ എന്നാൽ അവൾ എന്നോട് പറഞ്ഞത് വളരെ പ്ലാൻഡ് ആണ് ഈ പരിപാടി, ആസൂത്രിതമാണിത്. ദീദി ദാമോദരൻ 2 കാര്യങ്ങൾ. ഒന്ന്, 120B പോലീസ് ചുമത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പോലീസ് മന്ത്രിയായ പിണറായി വിജയന് അത് സംബന്ധിച്ച അറിവുണ്ടാകാം. ഇനി അറിവില്ല എങ്കിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തുകയാണെങ്കിൽ ആധികാരികമായി അവലംബിക്കേണ്ടത് ആ വിവരത്തെ തന്നെയാണ്. അതൊരു മഹാരഹസ്യമൊന്നുമല്ല. അത് ഒന്ന് അന്വേഷിച്ചാൽ ഉടനെ തന്നെ ഈ പോലീസിലേക്കുള്ള ഇടപെടലാകും എന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിക്കുന്ന വിധത്തിലുള്ളൊരു ഇടപെടലൊന്നുമല്ലല്ലോ. അത് ചെയ്തില്ല അദ്ദേഹം എന്ന് കരുതുന്നുണ്ടോ? അത് ചെയ്തില്ല എന്ന് കരുതുകയാണെങ്കിൽ ആ വകുപ്പ് വഹിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്നാണ്. കാരണം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇനി ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന് നേർ വിപരീതമായൊരു കാര്യം അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു പൊതുസദസ്സിനോട് പറയുകയും ചെയ്യുകയാണ്. ഒരു പത്രത്തിലെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട്, അതും ഒരു പ്രതി പറഞ്ഞതായി പറയുന്ന വാചകം ഉദ്ധരിച്ചുകൊണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. 120B എന്നത് അദ്ദേഹം അറിയേണ്ടതല്ലേ? അതറിയാതെ ഔദ്യോഗികമായി എനിക്കുള്ള വിവരമല്ല എന്ന് പറഞ്ഞൊരു പ്രതിയുടെ കോട്ടിയലായി ഒരു പത്രത്തിൽ വന്നൊരു വാചകം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട വിധമായിരുന്നോ പിണറായി പ്രതികരിച്ചത്? ഇത് കംപ്ലീറ്റ് ആയിട്ട് വളരെ ഫാസിക്കലായിട്ട് മാത്രമേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ വിഷയത്തിൽ നിന്നും മാറുകയും നമ്മൾ വലിയ നാടകങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് വേറെ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത്, ഇനിയിപ്പം ഇതിൽ 2 വിധത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ എടുക്കാം. ഒന്ന്, പ്രതിപക്ഷം ആരോപിക്കുന്ന തരത്തിൽ പ്രതികളോട് കൂട്ടുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ ഇത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഒരു സ്ലിപ്പും നോ സ്ലിപ്പ് ഇസ് എ സ്ലിപ്പ് നമുക്കറിയാം. അതൊരു ആണെങ്കിൽ തന്നെ അതൊരു ഫ്രോയിഡിയൻ സ്ലിപ്പാണ്. ബലത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു പരാതി കൊടുത്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത് എന്ത് തന്നെ ആയാലും ഒരേ ഇഫക്റ്റാണ്. ആകെയുള്ള പ്രതീക്ഷ അവിടെ മേഴ്സിക്കുട്ടിയമ്മ പോലെയുള്ള 2 പേരെങ്കിൽ 2 പേര്, 2 സ്ത്രീകൾ മന്ത്രിസഭയിലുണ്ട് എന്നതിലേക്കാണ് സ്ത്രീകളായ സാധാരണക്കാർ, ഞങ്ങളെപ്പോലെയുള്ള സാധാരണ സ്ത്രീകൾ ഉറ്റുനോക്കുന്നത് ആ 2 സ്ത്രീകളിലേക്കാണ്. അവരിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നീതി ഇതിന് കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇങ്ങനെ അല്ലാതെയൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഏറ്റവും പുരോഗമനപരമായിട്ട് കാര്യങ്ങൾ ആലോചിക്കുന്ന അങ്ങനെ ഒരു പ്രസ്ഥാനമാണെന്നുള്ള വലിയ ടോൾ ക്ലെയിംസ് വെക്കുന്ന ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ 2 സ്ത്രീകൾ മാത്രം ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ അല്ലാത്തൊരു കാര്യത്തിനെ പറ്റി പ്രതീക്ഷിക്കാൻ പോലും പറ്റുക? എനിക്ക് ആ ഭാഗത്തൊന്നും യാതൊരു പ്രതീക്ഷയും ഇതിന്റെ നൂലാമാലകളിൽ നമ്മൾ വെറുതെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ഈ 120Bയെ പറ്റിയുള്ള അന്വേഷണം അദ്ദേഹം നടത്തിയില്ല. ദീപിക പത്രത്തെയാണ് അദ്ദേഹം ഇന്നലെയും അവലംബിക്കുന്നത്, ഇന്നും അവലംബിക്കുന്നത്, നാളെയും അവലംബിക്കുന്നത് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയിലുള്ള വൈകല്യം എന്ന നിലയിൽ അത് വിടാം. അതിലുള്ള പ്രത്യാഘാതങ്ങൾ ദീദി ചൂണ്ടിക്കാട്ടുന്ന പോലെ അനുഭവിക്കേണ്ടി വരുന്നത് ഇരകളാണെങ്കിൽ പോലും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നില്ലേ മുഖ്യമന്ത്രി? പുകമറ സൃഷ്ടിക്കരുത്, ചില പ്രധാനികളെ തുടരുത് എന്ന ഈ പറയുന്ന വഴികാട്ടൽ അത് അവിടെ ഇരുന്ന സദസ്സിനോടല്ല, ദീപിക പത്രത്തിനോടല്ല, അത് പോലീസിനോട് തന്നെയല്ലേ? അത് അങ്ങനെ അല്ലാതെ എന്താണ്? വേണു എത്ര കാലമായിട്ട് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് അങ്ങനെ അല്ലാത്തൊരു കാര്യം പ്രതീക്ഷിക്കുക പോലും ചെയ്യാൻ പറ്റുക? എപ്പോഴാണ് സ്ത്രീക്ക് നീതി കിട്ടിയിട്ടുള്ളത്? അങ്ങനെ എന്ത് വാർത്തയാണ് ഈ കാലത്തിനിടയ്ക്ക് വേണുവിന് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ഇതൊരു ചാൻസാണ്. ഈ ചാൻസിൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് നമ്മളെ വലിച്ചിഴക്കേണ്ട കാര്യമേ ഇല്ല. ചർച്ച കൃത്യമായിട്ടും പോകേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് സ്ത്രീയോട് കാണിക്കേണ്ട നീതി തന്നെയാണ്.
അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന് അങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ പാർട്ടിക്കകത്ത് സ്ത്രീകളെ ആദരിക്കാൻ പഠിക്കുക. 33% വനിതാ ബില്ല് പാസ്സാക്കുന്നതിനെ പറ്റി ഇവർ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കട്ടെ. സ്ത്രീയുടെ വേണ്ട നീതി ഞാനതിലേക്ക് വരാം ദീദി, ഞാനതിലേക്ക് വരാം. ഈ ചർച്ച വികസിക്കുന്ന ഘട്ടത്തിൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ 120B അടക്കം 8ഓളം വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതറിയുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്വ നിർവഹണം അദ്ദേഹം നടത്തിയില്ല എന്നതിലുപരി ഒരു പത്രത്തിൽ ഒരു പ്രതിയെ ഉദ്ധരിച്ചു വന്ന ഒരു വാചകം വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് പിണറായി വിജയൻ. അതിന് അദ്ദേഹത്തിന് ന്യായമുണ്ടാകും. മാധ്യമവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്, അതുകൊണ്ട് മാധ്യമത്തിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം എന്ന് സാന്ദർഭികമായി പറയാനുള്ള അവസരമാണെന്ന്. അതിന് തോന്നിയ പോലെ എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു കേസല്ല ഇത്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ കോടതിയിലേക്ക് പോലും എത്താതെ, മുഖ്യമായ തെളിവുകൾ പൂർത്തിയായി കിട്ടാതെ, പൂർണ്ണമായും കിട്ടാതെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തനത്തെ പഠിപ്പിക്കാനുള്ള ഒരു മാതൃകാപരമായ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടേണ്ടതല്ല ഈ കേസ്. അല്ല വേണു, മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പോലീസ് തന്നെയാണ് 120B ഇട്ടിട്ടുള്ളത്. ഒരിടപെടലും ആരും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. കൃത്യമായി അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോകരുതേ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ. അത് കോടതിയിൽ ഉന്നയിക്കേണ്ടി വരുന്നത് പോലീസിനാണ്. ഒരു സെക്കൻഡ് ഇല്ലില്ല, 120B ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടണം, ഞങ്ങൾക്ക് ഈ ഗൂഢാലോചന തെളിയിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുകയാണ്, മുഖ്യമന്ത്രി അല്ല പറയുന്നത്. അല്ല, പോലീസ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിലെ പോലീസാണ്. ഒരു തരത്തിലും അവർ വഴിതെറ്റിപ്പോകാൻ അനുവദിക്കാതെ ശരിയായി അന്വേഷണം നടത്തണമെന്ന് നിർബന്ധമുള്ള ഒരു ഗവൺമെൻറ്റാണിത്. ഒരാശങ്കയും വേണ്ട. പ്രതിപക്ഷം ഈ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് വേറെ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആരോഗ്യകരം അല്ല എന്നാണ് എനിക്കും പറയാനുള്ളത്. ഒരു സ്ത്രീ വളരെ മോശമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ അതിൻ്റെ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുന്നിൽ വരണം. ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാൻ പാടില്ല. അതാണ് നമ്മുടെ നിർബന്ധം. അതിന് ഏതെങ്കിലും ഒരു വാക്കിനെ എടുത്ത് പിടിച്ച് ഹമ്പപ്പുണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതിനപ്പുറം പ്രതിപക്ഷം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി